ദേവിയാനി ആദർശിനോടും ജയനോടും പലതവണ ചോദിക്കുന്നുണ്ട് എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണമെന്ന്. എന്നാ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാണ്. ആദർശിനോടും ജയനോടും ഒരു തവണ കൂടെ ചോദിക്കുന്നുണ്ട്, ജയേട്ടാ എനിക്ക് ആ പെൺകുട്ടിയെ കാണണം. ദേവിയാനി ഈ അവസ്ഥയിൽ നീ ഇപ്പം ആ പെൺകുട്ടിയെ കാണണ്ട, നീ ഒന്നും കൂടെ ഓക്കെ ആവട്ടെ. എനിക്കിനി ഓക്കെ ആവാനൊന്നുമില്ല, ആ പെൺകുട്ടിയെ എനിക്ക് കാണണം. എത്ര നാളായി ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പറയുന്നു, ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടി കാരണാ. അതുകൊണ്ട് എനിക്ക് ആ പെൺകുട്ടിയോട് നന്ദി പറയണം. ഒന്ന് നേരി കണ്ടാൽ മതി. എനിക്ക് ആ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കണം. ആദർശേ, നിനക്ക് ആ പെൺകുട്ടിയുടെ വീട് അറിയാലോ, നീ എന്നെ കൊണ്ടുപോയാൽ മതി. എനിക്ക് ആ കുട്ടിയെ കാണണം. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോണം. അത് പിന്നെ അമ്മേ, എനിക്ക് ഒരു തവണ പോയല്ലേ ഓർമ്മയുള്ളൂ, അതും ആംബുലൻസിലല്ലേ പോയത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അങ്ങ് ഓർമ്മയില്ല. നിങ്ങളൊക്കെ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. എന്താ കാര്യം? എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാനുണ്ടോ? ഇല്ല അമ്മേ, ഒന്നും പറയാനില്ല. അമ്മ ഒന്നുകൂടെ ഓക്കെ ആവട്ടെ, എന്നിട്ട് ആ കുട്ടിയെ കാണാൻ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി മിണ്ടാതിരിക്കുന്നുണ്ട്. പിന്നീട് ദേവയാനി തന്നെ തീരുമാനിക്കുകയാണ്, ഇങ്ങനെ പോയാൽ എനിക്ക് ആ കുട്ടിയെ കാണാൻ പറ്റില്ല, ഇവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ അഡ്രസ്സ് കണ്ടെത്തി നേരിട്ട് പോയി കാണാമെന്ന് ദേവയാനി തീരുമാനിക്കുകയാണ്. ദേവിയാനി അങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. എന്താ വല്യമ്മേ, വല്യമ്മയ്ക്ക് എന്താ സങ്കടം പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മോളെ, എനിക്ക് സങ്കടം ആ പെൺകുട്ടിയെ കാണാഞ്ഞിട്ടാ. ഞാൻ ആദർശനോടും ജയനോടും പലതവണ പറഞ്ഞു എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന്. എന്നിട്ട് എന്നെ ഇതുവരെ കാണിക്കാനായിട്ട് കൊണ്ടുപോയിട്ടില്ല. ഇപ്പോഴും പറയുന്നത് അമ്മ ഓക്കെ ആയിട്ട് കൊണ്ടുപോവാ എന്നാ. ആ കുട്ടി അങ്ങനെ ഒരു ത്യാഗം എനിക്ക് വേണ്ടി ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ എനിക്കൊന്ന് കാണണം. അത് മാത്രമേ എനിക്കിനി ഒരു ആഗ്രഹമുള്ളൂ. വല്യമ്മയെ പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് വല്യമ്മേ, ആ കുട്ടിയെ ഒന്ന് കാണാൻ. വല്യമ്മ ഒരു കാര്യം പറയേ, ആദർശേട്ടനോട് അഡ്രസ്സ് പറഞ്ഞു തരാൻ പറ, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി കാണാം. ഇത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട്, അവൻ അഡ്രസ്സ് അറിയില്ലെന്നാ പറയുന്നേ. അറിയില്ലെന്നോ? ആദർശേട്ടന് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ആദർശേട്ടനല്ലേ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ടാക്കി കൊടുത്തേ. അതുകൊണ്ട് ആദർശേട്ടൻ അറിയും. ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നതിൽ അവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് അഡ്രസ്സൊന്നും പറഞ്ഞു തരാത്തെ. വല്യമ്മ വിഷമിക്കാതിരിക്കെ. ഈ സമയത്തെ ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടുമൊന്നും വേണ്ട. വല്യമ്മ റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ദേവയാനിക്ക് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ ഒന്ന് കാണണം. അതിനായിട്ട് ദേവയാനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ പോയി വിവരം അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് ദേവയാനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത്, മാഡം അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, മാഡം എന്തായാലും നേരിട്ട് വരണം എന്നായിരിക്കും ദേവയാനിയോട് പറയുന്നത്. ദേവയാനിയാണെങ്കിൽ ആരോടും പറയാതെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. ഡ്രൈവറുടെ സഹായത്തോടു കൂടി ഹോസ്പിറ്റലിൽ ഇറങ്ങി കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മാഡത്തിൻ്റെ ഫാമിലി തന്നെയാണ് പറഞ്ഞത് ഈ ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കരുത് എന്ന്. ഇനിയിപ്പോൾ മാഡം വന്ന് ചോദിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. മാഡം എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കുമോ, ഞങ്ങളൊന്ന് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് പോവാണ്. ദേവയാനിക്കാണെങ്കിൽ ആ പെൺകുട്ടിയെ കാണുന്നതിൻ്റെ ആ ഒരു ത്രില്ലിങ്ങിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഇതാ അവസാനം ആ റിപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോൾ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മാഡം പറഞ്ഞ ആ പെൺകുട്ടി ആരാണെന്ന് ഈ റിപ്പോർട്ടിലുണ്ട്, മാഡം തന്നെ നോക്കിക്കോളൂ എന്നായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. വേഗം തന്നെ ദേവയാനി അത് തുറന്നു നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് നയന എന്നായിരിക്കും പേര്. പെട്ടെന്ന് നയന എന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലോട് കൂടി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ദേവയാനി നോക്കുമ്പോൾ ദേവയാനിക്ക് മനസ്സിലാവാണ്, ഞാൻ കാണാൻ ആഗ്രഹിച്ച പെൺകുട്ടി എൻ്റെ മരുമകൾ നയനയാണെന്ന്. ഒരു വലിയ ഷോക്കോട് കൂടിയായിരിക്കും ദേവയാനി നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നയനയാണ് എനിക്ക് ലിവർ തന്നത്. അതുകൊണ്ടാ എല്ലാവരും അവളെ ഇത്രയധികം സ്നേഹിക്കുന്നത്. ഞാനൊഴികെ എല്ലാവരും ആ സത്യം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും പോയി അവൾക്ക് ഇത്രയേറെ ആഭരണങ്ങളൊക്കെ കൊടുത്തത്. ഇതറിയാതെ ആ കുട്ടിയെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്, പ്രാഗി പറഞ്ഞ് ഒരുപാട് ഞാൻ ശപിച്ചിട്ടുണ്ട്. എന്തായാലും അവളെ എനിക്ക് ഇപ്പം തന്നെ കാണണം എന്നും പറഞ്ഞ് ദേവയാനി നേരെ പോകുന്നത് നയനയുടെ പുതിയ വീട്ടിലോട്ടായിരിക്കും. ദേവയാനിയെ കണ്ട് പെട്ടെന്ന് നയന ഞെട്ടി നിൽക്കുമായിരിക്കും. എന്നാ നയനയോട് പറയുന്നുണ്ട്, മോളെ നീ ചെയ്ത ത്യാഗം അത് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നയനയെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ അമ്മായിയമ്മയും മരുമകളും ഒന്നിക്കാൻ പോവുകയാണ്. അപ്പോൾ പുറത്താവുന്നത് അനാമികയായിരിക്കും. കിടിലിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.